എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ ഒരു പുതിയ PYQ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 2021 ആന്റോണിംസും ഫ്രേസൽ വെർബ്സും അടങ്ങുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആണ്. 2021 ആന്റോണിംസിൽ നിന്നും ഫ്രേസൽ വെർബ്സിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഇന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആന്റോണിംസ് നിങ്ങൾക്ക് എന്താണെന്നറിയാലോ, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈസിയാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആന്റോണിം ഓഫ് ഫിക്കിൾ. ഫിക്കിൾ എന്ന വാക്കിന്റെ ആന്റോണിം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? കോൺട്രാക്ട് തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, കാം തന്നിട്ടുണ്ട്, ക്ലിയർ തന്നിട്ടുണ്ട്. ഫിക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന, ഒരു തീരെ നിലനിൽപ്പില്ലാത്ത, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി ഇങ്ങനെ നടക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ ചുരുക്കി പറഞ്ഞ കോൺസ്റ്റന്റ് അല്ലാത്തൊരു സാധനമാണ് ഫിക്കിൾ. കോൺസ്റ്റന്റ് അല്ലാത്തൊരു സാധനമാണ് ഫിക്കിൾ എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയത്. കോൺസ്റ്റന്റ് ബി ആണ് ആൻസർ. ഓക്കെ, ഇതിനകത്ത് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങൾ വരെ. ഒരു എഗ്രിമെന്റിനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പറയാം, ഒരു അവസ്ഥയെ പറയാം. അല്ലെങ്കിൽ കാം എന്ന് പറയുമ്പോൾ വളരെ പീസ്ഫുൾ ആയ, ശാന്തമായ. ക്ലിയർ എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി ഉള്ള, കൃത്യമായ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് ബി, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആന്റോണിം ഓഫ് ദ വേർഡ് ടോർമെന്റ്. ടോർമെന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാ? റിലീവ്, റിലീസ്, റെസീഡ്, റെസ്റ്റ്. ഓക്കെ, ടോർമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സിവിയർ പെയിൻ അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ്. ആ ഒരു അവസ്ഥയാണ് ടോർമെന്റ് എന്ന് പറയുന്നത്, സിവിയർ പെയിൻ. ഓക്കെ, റിലീവ് എന്ന് പറയുമ്പോൾ ഒരു മുക്തി എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലാണ്. പെയിനിന്റെ റിലീഫിനെയൊക്കെ റിലീഫ്ഡ് ഫ്രം ദ പെയിൻ എന്നൊക്കെ പറയും. റിലീസ് എന്ന് പറയുമ്പോൾ ടു സെറ്റ് ഫ്രീ, വെറുതെ വിടുക, ഫ്രീ ആക്കി വിടുക. റെസീഡ് എന്ന് പറയുമ്പോൾ ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, പിന്നോട്ട് പോവുക. റെസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്രമം. ഇവിടെ കറക്റ്റ് എ, മുക്തി, വേദനയിൽ നിന്നുള്ള മുക്തിയാണ് റിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ ടോർമെന്റിന്റെ ഓപ്പോസിറ്റ് വരുന്നത് റിലീവ് ആണ്. ടോർമെന്റ് എന്താണ്? ടു കോസ് പെയിൻ ഓർ സഫറിങ്. റിലീവ് എന്ന് പറഞ്ഞാൽ ഈസ് ഓർ റെഡ്യൂസ് ദാറ്റ് പെയിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ എന്താണ്? ആന്റോണിം ഓഫ് സീസ്. സീസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. സീസ് എന്ന് വെച്ചാൽ സീസ് ഫയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ഓപ്ഷൻസ് എന്താ തന്നിരിക്കുന്നത്? സ്റ്റോപ്പ്, ഡിസ്കണ്ടിന്യൂ, ബിഗിൻ, ക്വിറ്റ്. ഓക്കെ, സീസ് എന്ന് പറഞ്ഞാൽ നിർത്തുക, ടു പുട്ട് ആൻ എൻഡ്, അതിനൊരു അവസാനം വരുത്തുക എന്നുള്ള രീതിയിലാണ് സീസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാം. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇതിനകത്ത് സ്റ്റോപ്പ് ആണെങ്കിലും ഡിസ്കണ്ടിന്യൂ ആണെങ്കിലും ക്വിറ്റ് ആണെങ്കിലും ഇതിന്റെ സിനോണിം ആയിട്ടേ വരൂ, ഇതിന്റെ ആന്റോണിം ആയിട്ട് വരില്ല. കാരണം അത് ഓപ്പോസിറ്റ് അല്ല പറയുന്നത്, സിമിലർ മീനിങ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബിഗിൻ, തുടങ്ങുക, ആരംഭിക്കുക എന്നുള്ളതാണ് അതിന്റെ ഓപ്പോസിറ്റ് വരിക. ഓക്കെ, അടുത്തത് ഡെട്രിമെന്റൽ എന്ന വാക്കിന്റെ അർത്ഥം. ഇറ്റ് വിൽ ഹാവ് ഡെട്രിമെന്റൽ ഇഫക്ട്സ് ഓൺ ദ ഹീലിംഗ് പ്രോസസ്. അപ്പൊ ഡെട്രിമെന്റൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹാംഫുൾ ആയ, ഓക്കെ, വളരെ ഹാംഫുൾ ആയ ഒരു കാര്യത്തെയാണ് ഡെട്രിമെന്റൽ എന്ന് പറയുന്നത്, ഹാനികാരകമായ. അപ്പൊ ഫ്രാഗ്മെന്ററി, ഇൻക്രിമെന്റൽ, ഇൻസിഡന്റൽ, ബെനിഫിഷ്യൽ, ഇതിലേതായിരിക്കും ഡെട്രിമെന്റലിന്റെ ഓപ്പോസിറ്റ് വരുന്നത്? ഡെട്രിമെന്റൽ എന്ന് പറയുമ്പോൾ ഹാംഫുൾ ആയാണ്, ഒരു ബാഡ് ഇഫക്റ്റ് ആണ് അത് കോസ് ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു നല്ല ഇഫക്റ്റ് വരുന്നതിന് അർത്ഥം വരുന്നത് ആയിരിക്കണ്ടേ ഡെട്രിമെന്റലിന്റെ ഓപ്പോസിറ്റ്? അതേതാണ്? ബെനഫിഷ്യൽ. നല്ല ഇഫക്റ്റ് വരുന്നത്, അതായത് ഗുണം തരുന്നതാണ് ബെനഫിഷ്യൽ എന്ന് പറയുന്നത്. ദോഷം വരുത്തുന്നതാണ് ഡെട്രിമെന്റൽ എന്ന് പറയുന്നത്. ഡെട്രിമെന്റൽ ഹാംഫുൾ ആണ്, ബെനഫിഷ്യൽ ഹെൽപ്ഫുൾ ആണ്. അത് നല്ലതേ വരുത്തുള്ളൂ. ഫ്രാഗ്മെന്റൽ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഫ്രാഗ്മെന്റ്സ്, ഘട്ടം ഘട്ടം അല്ലെങ്കിൽ പീസ് ബൈ പീസ്. ഇൻക്രിമെന്ററി എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായ ഇൻക്രീസിനെയാണ് ഇൻക്രിമെന്ററി എന്ന് പറയുന്നത്. ഇൻസിഡന്റൽ, ഹാപ്പനിങ് ബൈ ചാൻസ്, പെട്ടെന്നുണ്ടാവുന്നത്. ഓക്കെ, അതാണ് ഇൻസിഡന്റൽ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഓപ്പോസിറ്റ് എന്താണ്? ബെനഫിഷ്യൽ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ദ സ്പീക്കർ വാസ് അൺഏബിൾ ടു പാസിഫൈ ദ ക്രൗഡ്. ക്രൗഡിനെ പാസിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ പീസ്ഫുൾ ആക്കുക, കാം ആക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പാസിഫൈ വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എക്സൈറ്റ്, ആന്റഗനൈസ്, ത്രെട്ടൻ, ചാലഞ്ച്. ഇത് നാലോണം ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോ എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ആന്റഗനൈസ് എന്ന് വെച്ചാൽ പ്രവോക്ഡ് ആവുക, ഇറിറ്റേറ്റഡ് ആകുക എന്ന അർത്ഥത്തിലാണ്. ത്രെട്ടൻ എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തുക, ചാലഞ്ച് എന്ന് വെച്ചാൽ വെല്ലുവിളി. ഇവിടെ കാം ആക്കുക എന്നതിന് ഓപ്പോസിറ്റ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരേണ്ടത് ആന്റഗനൈസ് ആണ്. ഓക്കെ, പാസിഫൈ എന്ന് വെച്ചാൽ കാം, സൂത്ത്, മേക്ക് പീസ്ഫുൾ എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ആന്റഗനൈസ് എന്ന് വെച്ചാൽ പ്രവോക്ക് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സൈറ്റ് എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, നോട്ട് നെസസറി ഓപ്പോസിറ്റ് ഓഫ് കാമിങ്ങിന്റെ ഓപ്പോസിറ്റ് അല്ലല്ലോ അത്. ത്രെട്ടൻ എന്ന് വെച്ചാൽ ഭീഷണി, ചാലഞ്ച് എന്ന് വെച്ചാൽ വെല്ലുവിളി. ഓക്കെ,
6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ വേർഡ് നിയർലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഫാക്ട്. ഫാക്ട് എന്ന് വെച്ചാൽ എന്താ? വസ്തുത അല്ലെ? സയന്റിഫിക്കലി പ്രൂവൺ ആയ ഒരു കാര്യമാണ് ഫാക്ട് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റോ? ലൈ, നുണ, ഇമാജിനേഷൻ, സങ്കല്പം, റിയാലിറ്റി, യാഥാർത്ഥ്യം, ഫിക്ഷൻ, കഥ. അതിനകത്ത് ഫാക്ടിന്റെ ഓപ്പോസിറ്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഫിക്ഷൻ ആണ്. ഓക്കെ, ഫിക്ഷൻ എന്ന് പറയുന്നത് സംതിങ് ഇമാജിനറി ഓർ നോട്ട് ട്രൂ. അതിനകത്ത് ഇമാജിനേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഫാക്ട് എന്നുള്ളതാണ് അപ്രോപ്രിയേറ്റ് ആയ ഫാക്ട് അല്ല, ഫിക്ഷൻ എന്നുള്ളതാണ് ഫാക്ടിന്റെ അപ്രോപ്രിയേറ്റ് ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, ലൈ നുണയാണ്, ഇമാജിനേഷൻ ദ എബിലിറ്റി ടു ക്രിയേറ്റ് ഐഡിയാസ്, അതിന് എബിലിറ്റിയാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്, സങ്കല്പം, റിയാലിറ്റി എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിപ്രോച്ച് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിപ്രോച്ച് എന്ന് വെച്ചാൽ ക്രിട്ടിസൈസ് ചെയ്യുക, ബ്ലെയിം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ അതിന് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അപ്രോച്ച്, റെബ്യൂക്ക്, പ്രൈസ്, പ്രൈസ്, ക്രിട്ടിസൈസ്. അപ്രോച്ച്, റിപ്രോച്ച് നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്രോച്ചിന്റെ ഓപ്പോസിറ്റ് അല്ല റിപ്രോച്ച് എന്ന് പറയുന്നത്. റിപ്രോച്ച് ടു ബ്ലെയിം ഓർ ക്രിട്ടിസൈസ് ആണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് പുകഴ്ത്തുക എന്ന അർത്ഥത്തിൽ പ്രൈസ് എന്ന വാക്കായിരിക്കും. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. റിപ്രോച്ച് ബ്ലെയിം ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. പ്രൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അഡ്മയർ ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക, അപ്രൂവൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്രോച്ച് എന്ന് വെച്ചാൽ സമീപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിവിടെ റിലേറ്റഡ് അല്ല. റെബ്യൂക്കും ക്രിട്ടിസൈസും റിപ്രോച്ചിന്റെ സിനോണിംസ് ആയിട്ടേ ആക്ട് ചെയ്യുന്നുള്ളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലയബിലിറ്റി എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അക്സെപ്റ്റ് ഉണ്ട്, അസെറ്റ് ഉണ്ട്, അസെന്റ് ഉണ്ട്, എക്സ്റ്റെന്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ലയബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് എന്താ? ബാധ്യത എന്ന അർത്ഥത്തിലാണ്. അക്സെപ്റ്റ് എന്ന വാക്ക് എന്താണ്? സ്വീകരിക്കുക. അസെറ്റോ? സ്വത്ത്. അസെന്റോ? അഗൈൻ ഒരു എഗ്രിമെന്റ് എന്നുള്ള തരത്തിൽ. എക്സ്റ്റെന്റോ? എന്തിന്റെങ്കിലും സ്കോപ്പ്, എക്സ്റ്റൻഷൻ, അതിന്റെ ഡിഗ്രി ഓഫ് സ്കോപ്പ്, അതിനെയാണ് എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി ബാധ്യതയാണ് എങ്കിൽ ഈ ബാങ്കിന്റെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അസെറ്റ് ആൻഡ് ലയബിലിറ്റി എന്നുള്ളത്. അസെറ്റ് ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് വരേണ്ടത്. അസെറ്റ് ഒരു സ്വത്ത്, സംതിങ് ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ എന്ന അർത്ഥത്തിലാണ് വരിക. ഓക്കെ, ലയബിലിറ്റി ഒരു ഡിസഡ്വാൻറ്റേജോ ബേർഡനോ ആണ്. പക്ഷെ അസെറ്റ് എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആയ ഒന്നാണ്. അക്സെപ്റ്റും അസെന്റും ഏതാണ്ട് സെയിം എഗ്രിമെന്റ് ആണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഡിഗ്രി അല്ലെങ്കിൽ സ്കോപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇംപൾസീവ് എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഇംപൾസീവ് എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്നുള്ള പ്രകോപനം, ചിന്തിക്കാതെയുള്ള തീരുമാനം, ഇതൊക്കെയാണ്. സ്മാർട്ട് എന്ന് വെച്ചാൽ മിടുക്കാണ്. സെൻസിറ്റീവായ, എന്തും ഫീൽ ചെയ്യുന്ന. കോഷ്യസ് എന്ന് വെച്ചാൽ ചിന്തിച്ചുകൊണ്ട്, വളരെയധികം. ബ്രില്യൻറ്റ്. ഇതിനകത്ത് കോഷ്യസ് ആണ് ഇംപൾസീവിന്റെ ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, കോഷ്യസ് ചിന്തിച്ചുകൊണ്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇംപൾസീവ് ചിന്തിക്കാതെ ആക്ട് ചെയ്യുന്നതാണ്. സ്മാർട്ട്, സെൻസിറ്റീവ്, ബ്രില്യൻറ്റ് ഇതൊന്നും അതിന് ആന്റണിയുമായിട്ട് വരാൻ പറ്റില്ല. അടുത്തത് ലൊക്കേഷ്യസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ലൊക്കേഷ്യസ് എന്ന വാക്ക് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അർത്ഥം പോലും നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കും. അപ്പോഴാണ് നമ്മളോട് ഇവിടെ ഓപ്പോസിറ്റ് ചോദിക്കുന്നത്. ലൊക്കേഷ്യസ് എന്നാൽ വളരെ ടോക്കറ്റീവായ, ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ലൊക്കേഷ്യസ് എന്ന് പറയുന്നത്. ഇവിടെ ലയബിലിറ്റി വന്നിട്ടുണ്ട്. ലയബിലിറ്റിയുടെ ഓപ്പോസിറ്റ് അസെറ്റ് ആണെന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചുള്ളൂ. റെലവെന്റ്, റെറ്റിസെന്റ്, സ്റ്റെയിൽ. ഇവിടെ ആൻസർ വരുന്നത് റെറ്റിസെന്റ് ആണ്, അധികം സംസാരിക്കാത്ത. ലൊക്കേഷ്യസ് എന്ന് വെച്ചാൽ വളരെ ടോക്കറ്റീവ് ആയ. റെറ്റിസെന്റ് എന്ന് വെച്ചാൽ ക്വയറ്റ് ആയ, റിസർവ്ഡ് ആയ, അധികം ടോക്കറ്റീവ് അല്ലാത്ത. എന്തുകൊണ്ടാണ് മറ്റുള്ളത്? ലയബിലിറ്റി നമ്മൾ പറഞ്ഞു, ഇതിവിടെ റിലേറ്റ് ചെയ്യുന്നില്ല. കാരണം ലയബിലിറ്റിയുടെ അർത്ഥം വരുന്നത് എന്താ? ബാധ്യത, ബേർഡൻ എന്നുള്ളതൊക്കെയാണ്. ബേർഡൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. റെലവെന്റ് എന്ന് വെച്ചാൽ ഇവിടെ കാര്യപ്രസക്തിയുള്ള എന്നുള്ളതിലെ അർത്ഥത്തിലാണ് റെലവെന്റ് വരുന്നത്. പക്ഷെ ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് എന്നതിന്റെ ഓപ്പോസിറ്റ് അല്ല. സ്റ്റെയിൽ എന്ന് വെച്ചാൽ ഫ്രഷ് അല്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അതും ഇവിടെ റിലേറ്റഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഫ്ലുവന്റ് പേഷ്യൻസ് ഗോ ടു ദിസ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഫ്ലുവന്റ് പേഷ്യൻസ് ആണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അഫ്ലുവന്റിന്റെ അർത്ഥം വരുന്നത് വെൽതി ആയ പേഷ്യൻസ് ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ വെൽതി ആണ് അഫ്ലുവന്റ് എങ്കിൽ ഇന്റലിജന്റ് ആണോ, പുവർ ആണോ, സ്റ്റുപ്പിഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ വരേണ്ടത് പുവർ ആണ് അല്ലെ? വെൽതി ആയ പേഷ്യൻസ് പോകുന്ന ഹോസ്പിറ്റലാണിത്. പുവർ ആയ ഹോസ്പിറ്റൽസ് പോവാത്ത ഹോസ്പിറ്റലാണിത്. അല്ല, പുവർ ആയ പേഷ്യൻസ് പോവാത്ത ഹോസ്പിറ്റലാണിത്. ഓക്കെ, അഫ്ലുവന്റ്, വെൽതി, റിച്ച്, പുവർ, നോട്ട് വെൽതി. ഓക്കെ, അത്രയാണ് ആന്റണിംസിൽ പറയാനുള്ളത്. അതിനകത്ത്
ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇതിനകത്ത് അധികം കേട്ടിട്ടില്ലാത്തത് ലൊക്കേഷ്യസ് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വളരെ ടോക്കറ്റീവ് ആയ എന്നുള്ളതാണ്. റെറ്റിസെന്റ് അധികം സംസാരിക്കാത്ത ആ രീതിയിലാണ് വരുന്നത്. ഇനി വരുന്നത് ഫ്രേസൽ വെർബ്സ് ആണ്. പഠിച്ചിട്ടുണ്ടാവും, നോക്കാം. ഹി ഡാഷ് ടു ഹെർ അൺടിൽ ഷീ അഗ്രി ടു ഹെൽപ്പ്. അവള് സഹായിക്കാൻ സമ്മതിക്കുന്നത് വരെ അവൻ എന്ത് ചെയ്തു? മെയ്ഡപ്പ്, മേക്കിൻ, മേക്ക് ഓഫ്, മെയ്ഡിൻ. ഇന്നത്തെ ആൻസർ വരുന്നത് മെയ്ഡപ്പ് ടു ഹെർ എന്നുള്ളതാണ്. കാരണം എന്താ? മെയ്ഡപ്പിന്റെ അർത്ഥം വരുന്നത് മെയ്ഡപ്പ്, മേക്കപ്പിന്റെ പാസ്റ്റ് ആണ് മെയ്ഡപ്പ് എന്ന് പറയുന്നത്. മേക്കപ്പ് ടു സംവൺ എന്ന് പറഞ്ഞാൽ ബിഹേവ് ഇൻ എ വെരി നൈസ് ഓഫ് ഫ്ലാറ്ററിംഗ് വേ ടു ഗെറ്റ് എ ഫേവർ. ഒരു കാര്യസാധ്യത്തിനായി നമ്മൾ വളരെ ഫ്ലാറ്ററിംഗ് ആയി എന്താണ് സംസാരിച്ച് അവരെ പുകഴ്ത്തി ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവരെ സംസാരിച്ച് ഇംപ്രസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് മേക്കിംഗ് അപ്പ് എന്നുള്ളത്. ഓക്കെ, ഹി കെപ്റ്റ് പ്ലീസിങ് ഓഫ് ഫ്ലാറ്ററിംഗ് ഹെർ അൺടിൽ ഷീ അഗ്രി ടു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. മേക്ക് ഇൻ എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു പ്ലേസ് ഓഫ് മാനുഫാക്ചർ. മെയ്ഡ് ഇൻ, മേക്ക് ഇൻ എന്നൊക്കെ വെച്ചാൽ എവിടെയാണോ അത് ഉണ്ടായിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. മേക്ക് ഓഫ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഓഫ് എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന അർത്ഥത്തിലും വരാം, അല്ലെങ്കിൽ മെറ്റീരിയൽ മെയ്ഡ് ഓഫ് എന്ന അർത്ഥത്തിൽ, മെയ്ഡ് ഓഫ് ദിസ് മെറ്റീരിയൽ എന്ന അർത്ഥത്തിലും വരാം. ഓക്കെ, ഇവിടെ ആൻസർ മേക്കപ്പ് ആണ്, മെയ്ഡപ്പ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദി ചിൽഡ്രൻ ആർ ഡാഷ് ടു വിസിറ്റ് ഓഫ് ദ ഗ്രാൻഡ് ഫാദർ. അപ്പൂപ്പന്റെ വീട്ടിൽ പോവാൻ കുട്ടികൾ ഡാഷ്. എന്താണ്? ലുക്കിംഗ് ഇൻ, ലുക്കിംഗ് അപ്പ്, ലുക്കിംഗ് ഫോർ, ലുക്കിംഗ് ഫോർവേഡ്. അതായത് എക്സൈറ്റഡോടുകൂടി എന്തിനെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, മുത്തശ്ശൻ്റെയൊക്കെ വീട്ടിൽ പോവാൻ കുട്ടികൾ എക്സൈറ്റഡോടുകൂടി കാത്തിരിക്കുകയല്ലേ, അത് ലുക്കിംഗ് ഫോർവേഡ് ടു ആണ്. ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റ് ഓഫ് ദ ഗ്രാൻഡ് ഫാദർ. ലുക്കിംഗ് ഫോർവേഡ് ടു എന്നതുകൊണ്ട് ഈഗർലി വെയിറ്റിംഗ്, അക്ഷമയോടുകൂടി കാത്തിരിക്കുക. സംതിങ് പ്ലസന്റ്, എന്തോ നല്ലത് നടക്കാൻ പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി ലുക്കിംഗ് ഇൻ എന്ന് വെച്ചാൽ മീൻസ് വിസിറ്റിംഗ് ബ്രീഫ്ലി. ലുക്കിംഗ് ഇൻ എന്ന് വെച്ചാൽ ഒരു ക്ഷണനേരത്തേക്ക് പോയി കണ്ടുവരുന്നതിനെയാണ് ലുക്കിംഗ് ഇൻ എന്ന് പറയുന്നത്. ലുക്കിംഗ് അപ്പ് എന്ന് വെച്ചാൽ ഇംപ്രൂവിംഗ് ഓർ സെർച്ചിങ് ഫോർ ഇൻഫർമേഷൻ. ലുക്കിംഗ് അപ്പ് ടു ഹിം എന്ന് പറഞ്ഞാൽ അവൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ വരാം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയും ലുക്കിംഗ് അപ്പ്. ലുക്കിംഗ് അപ്പ്, സെർച്ചിങ് ഫോർ ഇൻഫർമേഷൻ ആണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന മീനിങ്. ലുക്കിംഗ് ഫോർ എന്ന് വെച്ചാൽ സെർച്ചിങ് ഫോർ സംതിങ് എന്നുള്ളത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദ ഷോപ്പിംഗ് സെന്റർ യെസ്റ്റർഡേ. അവൻ ഒരു ഷോപ്പിംഗ് സെന്ററിൽ ഒരു വലിയ ബിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെന്താണ്? ഈ ബില്ലൊക്കെ അതായത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? റൺ ഓഫ്, റാൻ ഔട്ട് ഓഫ്, റാൻ അപ്പ്, റാൻ ഓൺ. ഇതിനകത്ത് റാൻ അപ്പ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ്? റാൻ അപ്പ് എ ലാർജ് ബിൽ അറ്റ് ദ ഷോപ്പിംഗ് സെന്റർ യെസ്റ്റർഡേ. റാൻ അപ്പ് എന്ന് വെച്ചാൽ അക്യുമുലേറ്റ് ഓർ ബിൽഡ് അപ്പ്. ഓക്കെ, എസ്പെഷ്യലി എക്സ്പെൻസസ് ഓർ ഡെപ്റ്റ്സ്. അത് കടമാണെങ്കിലും എക്സ്പെൻസുകളാണെങ്കിലും ചെലവുകളാണെങ്കിലും റാൻ അപ്പ് എന്നാണ് പറയാം. റൺ ഓഫ് എന്ന് വെച്ചാൽ എ സീക്വൻസ് ഓഫ് സിമിലർ ഇവന്റ്സ് ഹാപ്പനിങ് വൺ ആഫ്റ്റർ അനദർ. അതായത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പറയുന്നതാണ് റൺ ഓഫ് എന്നുള്ളത്. റാൻ ഔട്ട് ഓഫ് എന്ന് വെച്ചാൽ സംതിങ് വാസ് ഫിനിഷ്ഡ് ഓർ എക്സോസ്റ്റഡ്. ആ സാധനം അവിടെ കഴിഞ്ഞു. വി റാൻ ഔട്ട് ഓഫ് ദ സ്റ്റോക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ റാൻ ഔട്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാൻ ഓൺ എന്താണ്? മീൻസ് കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ നമ്മൾ റാൻ ഓൺ എന്ന് പറയും. ഓക്കെ, അതിന് റാൻ അപ്പ് ആണ് ഇവിടെ. ബിൽ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഒരു ബേർഡൻ, ഡെറ്റ് ഇതൊക്കെ വരുമ്പോൾ എന്താ വരേണ്ടത്? റാൻ ഓൺ അല്ല റാൻ അപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Thrown off, ബസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളി താഴെ ഇട്ടു എന്നുള്ള അർത്ഥത്തിലാണ് thrown off വരുന്നത്. Which definition fits the phrase thrown off in the above sentence most appropriately? ഇതിൽ ഏത് ഡെഫിനിഷൻ ആണ് അതിന് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. To make something move through the air. എയറിലൂടെയാണോ റോസ പാർക്സിനെ തള്ളി താഴെ ഇട്ടത്? അല്ല. To push something out of your hand. കയ്യിൽ നിന്ന് തള്ളി താഴെ ഇടുകയാണോ? അല്ല. ടു ക്യാച്ച് ഹോൾഡ് ഓഫ് സംതിങ് ടു മേക്ക് സംവൺ ഫാൾസ് ഡൗൺ സഡൻലി. ഒരു വ്യക്തിയാണ് അവിടെ തള്ളി താഴെ ഇടുന്നത്. ടു മേക്ക് സംവൺ ഫാൾ ഡൗൺ സഡൻലി. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ടു മേക്ക് സംവൺ ഫാൾ സഡൻലി. റോസ പാർക്സിനെ എന്താണ് ബസ്സിൽ നിന്ന് ഫോഴ്സിബ്ലി തള്ളി താഴെ ഇടുകയാണ്. അപ്പോൾ ഫോഴ്സ്ഡ് ടു ലീവ് എന്ന അർത്ഥത്തിൽ ഓപ്ഷൻ ഡി ആണ്. അതായത് ഒരു വ്യക്തിയെ തള്ളി താഴെ ഇടുന്നു എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ ഡി ആണ് ക്ലോസസ്റ്റ് ആൻസർ. അടുത്തത്. വി പേ റുപ്പീസ് 10,000 ഡിപ്പോസിറ്റ്. 10,000 ഡിപ്പോസിറ്റ് ഞങ്ങൾ ഇട്ടു എന്ന് പറയുമ്പോൾ
അത് പുട്ട് ഡൗൺ ആണ്. അതായത് ഒരു ഡിപ്പോസിറ്റ് ഇടുന്നതിനെ പുട്ട് ഡൗൺ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുക. വി പുട്ട് ഡൗൺ എ ഡിപ്പോസിറ്റ് ഓഫ് ₹10,000. പുട്ട് ഡൗൺ എന്ന് വെച്ചാൽ എന്താ? ടു പേ എൻ എമൗണ്ട് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് കൊടുക്കുന്ന എമൗണ്ടിന് നമ്മൾ എന്താ പറയാ? പുട്ട് ഡൗൺ. ഓക്കെ. പുട്ട് ബൈ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി കാശ് സേവ് ചെയ്യുന്നതിനെയാണ് പുട്ട് ബൈ എന്ന് പറയുക. പുട്ട് ബാക്ക് എന്ന് വെച്ചാൽ റിട്ടേൺ സംതിങ് ടു ഇറ്റ്സ് പ്ലേസ്. എന്താണോ എടുത്തത് അതിനെ എടുത്ത സ്ഥാനത്ത് കൊണ്ടുവന്ന് തിരിച്ചു വെക്കുന്നതിനെയാണ് പുട്ട് ബാക്ക് എന്ന് പറയുന്നത്. പുട്ട് ഇൻ ടു എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് പുട്ട് ഇൻ ടു വരിക. അപ്പൊ ഒരു ഡിപ്പോസിറ്റ് ഒക്കെ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പുട്ട് ഡൗൺ ആണ് കറക്റ്റ് ഫ്രേസൽ വെർബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ക്ലാസ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ യാതൊരു തരത്തിലുള്ള മിസ്ബിഹേവിയറും ടോളറേറ്റ് ചെയ്യില്ല എന്ന അർത്ഥത്തിലാണ് അത് അവിടെ വരേണ്ടതെങ്കിൽ പുട്ട് അപ്പ് വിത്ത് ആണ് കറക്റ്റ് ഫ്രേസൽ വെർബ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ് പുട്ട് അപ്പ് വിത്ത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ടോളറേറ്റ് വിത്ത് എന്നുള്ളതാണ്. ഓക്കെ. ടു ടോളറേറ്റ് ഓർ അക്സെപ്റ്റ് സംതിങ് അൺപ്ലസന്റ് എന്നുള്ളതാണ്. സോ ദ സെന്റൻസ് മീൻസ് ഹി ഡസ് നോട്ട് ടോളറേറ്റ് മിസ്ബിഹേവിയർ. ഗെറ്റ് ത്രൂ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുക, തീർത്തെടുക്കുക. ഗെറ്റ് അലോങ് വിത്ത് എന്ന് വെച്ചാൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ആരെങ്കിലുമായിട്ട് ഗെറ്റ് അലോങ് വിത്ത്. ഐ ഗെറ്റ് അലോങ് വിത്ത് ഹിം നൈസ്ലി എന്ന് വെച്ചാൽ ഞാൻ അവനുമായിട്ട് നല്ല രീതിയിൽ പോകും എന്നുള്ള അർത്ഥത്തിലാണ് പുട്ട് ഡൗൺ വിത്ത്. പുട്ട് ഡൗൺ വിത്ത് എന്നൊരു ഫ്രേസൽ വെർബ് ഇൻകറക്റ്റ് യൂസേജ് ആണ്. അങ്ങനെ ഒരു ഫ്രേസൽ വെർബ് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പാരന്റ്സ് ലാസ്റ്റ് വീക്ക്. അരുൺ അവന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പാരന്റ്സ് ലാസ്റ്റ് വീക്ക് വിസിറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വരേണ്ടത്. അതിന് കറക്റ്റ് വരുന്നത് കോൾഡ് ഓൺ ആണ്. ഓപ്ഷൻ ഡി ആണ് വരിക. കോൾഡ് ഓൺ ഹിസ് ഗ്രാൻഡ് പാരന്റ്സ് എന്താണ്? കോൾ ഓൺ സംവൺ എന്ന് വെച്ചാൽ ടു വിസിറ്റ് സംവൺ എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് കോൾ ദാറ്റ് യൂസ്ഡ് ഫോർ പ്ലേസസ് നോട്ട് പീപ്പിൾ. അതായത് എവിടെ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ദാറ്റ് എന്നും, ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൾ ഓണുമായിട്ട് മാറും. കോൾഡ് ഔട്ട് എന്ന് വെച്ചാൽ ഷൗട്ട് ഓർ സമൺ. ഹി കോൾഡ് ഔട്ട് ഹിസ് ബിഹേവിയർ എന്ന് വെച്ചാൽ അവന്റെ മോശം പ്രവൃത്തി അവൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് വരിക. കോൾഡ് ഓഫ് എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. കോൾ ഓൺ എന്ന് വെച്ചാൽ ടു വിസിറ്റ് സംവൺ, കോൾ അറ്റ് എന്ന് വെച്ചാൽ ടു വിസിറ്റ് എ പ്ലേസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗ്രി പാസഞ്ചേഴ്സ് ഹെൽഡ് അപ്പ് ദ ബസ്. ഇവിടെ ഹെൽഡ് അപ്പ് ആണ് ഫ്രേസൽ വെർബ് വരുന്നത്. ദേഷ്യപ്പെട്ട പാസഞ്ചേഴ്സ് ബസ്സിനെ ഹെൽഡ് അപ്പ് ചെയ്തു എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓൾ ദ പാസഞ്ചേഴ്സ് ക്യാരിഡ് ദ ബസ് ബൈ ഫോഴ്സ്. എല്ലാവരും കൂടെ ബസ്സിനെ ഫോഴ്സ്ഫുള്ളി ക്യാരി ചെയ്തു എന്നാണോ? ദ ആംഗ്രി പാസഞ്ചേഴ്സ് ഗോട്ട് ഡൗൺ ഫ്രം ദ ബസ്. അവര് അതിൽ നിന്ന് ഇറങ്ങി എന്നാണോ? ദ ആംഗ്രി പാസഞ്ചേഴ്സ് ത്രൂ സ്റ്റോൺസ് അറ്റ് ദ ബസ്. കല്ലെറിഞ്ഞു എന്നാണോ? ആംഗ്രി പാസഞ്ചേഴ്സ് സ്റ്റോപ്ഡ് ദ ബസ് ബൈ ത്രെറ്റ്സ്. ഭീഷണിപ്പെടുത്തിയ ബസ്സിനെ നിർത്തിച്ചു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്നാണോ? ഇതിനകത്ത് ഏറ്റവും ലോജിക്കലായിട്ട് വരുന്നത് ഡി ആണ്. ഓക്കെ. ഹെൽഡ് അപ്പ് എന്ന് വെച്ചാൽ ടു സ്റ്റോപ്പ് ഓർ ഡിലേ സംതിങ് ഓഫൻ ബൈ ഫോഴ്സ് ഓർ ത്രെറ്റ്. ഫോഴ്സോ ഭീഷണിയോ ഉപയോഗിച്ച് എന്തിനെങ്കിലും ഡിലേ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നിർത്തിവെപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഹെൽഡ് അപ്പ് വരുന്നത്. ഓക്കെ. സോ ഇത്രയാണ് നമ്മൾ PYQ ഗ്രാമറിൽ 2021 ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.